ആ നന്ദു, നീ എന്താ ഇവിടെ? വീട്ടിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അങ്ങനെ പറയല്ലേ, നമുക്ക് അടുത്ത ട്രിപ്പ് സെറ്റാക്കണ്ടേ? ഫണ്ടില്ലടാ. ഫണ്ടല്ലേ എന്റെ പ്രശ്നം, നമുക്കത് ശരിയാക്കാം. നാളെ ഈ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ പറയുന്ന ഒരാളെ പോയി കാണാം. ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? നീ ധൈര്യമായിട്ടിരിക്കും നന്ദു. ഇപ്പം എല്ലാവരും ചെയ്യുന്നതാ ഇതൊക്കെ. 5 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് പല തവണകളായിട്ട് വരും. ഓരോ തവണ കാശ് വരുമ്പോഴും നീ ATM വഴി അത് എടുത്തു തരണം. 5 ലക്ഷം രൂപ മുഴുവനായി തന്നു കഴിയുമ്പോൾ നിന്റെ 5000 രൂപ നിനക്ക് കിട്ടും. ആ കാശും കൊണ്ട് പോയി നീ ട്രിപ്പ് എൻജോയ് ചെയ്ത് വാ. പെട്ടെന്ന് ഒന്ന് ഈ എമൗണ്ട് വിത്ഡ്രോ ചെയ്യണം. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഈ എമൗണ്ട് എവിടുന്ന വരുന്നത്? അത് പിന്നെ അങ്കിൾ അയക്കുന്നതാ. അങ്കിൾ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ബിസിനസ്. എവിടെയാ? ബാംഗ്ലൂർ. ഒരേ എമൗണ്ട് പല തവണകളായിട്ട് എടുത്തു പോകുന്നുണ്ടല്ലോ, അതെന്താ? അതൊക്കെ നിങ്ങൾ എന്റെ കേസല്ലേ, പ്ലീസ് തന്നാൽ പോയി. ഒന്ന് നമുക്ക് മാനേജറെ കാണാം. സർ, കഴിഞ്ഞ ദിവസം ലീൻ മാർക്കറ്റ് അക്കൗണ്ട് ഹോൾഡറാണ്. നന്ദു അല്ലേ? നന്ദുവിന്റെ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കുകയാണല്ലോ. നന്ദുവിനറിയോ നന്ദു എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്? വലിയൊരു രാജ്യദ്രോഹ കുറ്റാണ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്ര പോലീസിന്റെ ക്രൈം സ്ക്വാഡിന്റെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഫ്രീസ് ചെയ്യാൻ കാരണം നിങ്ങളുടെ അക്കൗണ്ട് മണി മ്യൂൾ അക്കൗണ്ടാണ്, മ്യൂൾ അക്കൗണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നടന്ന ഏതോ ഒരു വലിയൊരു ക്രൈമിന്റെ പൈസയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇനി ബാങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സൈബർ പോലീസും ഗവൺമെൻറ്റും എല്ലാം. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വരുന്നത്, അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് പൈസ ക്യാഷ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇത് കയ്യിൽ വെച്ചു. ശരി. ഹലോ, നന്ദുവിന്റെ അച്ഛനല്ലേ? അതെ, നന്ദുവിന്റെ അച്ഛനാണ്. ഇത് നടക്കാവ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നാണ്. നന്ദുവിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ 10 മണിക്ക് നന്ദുവിനോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. അയ്യോ സാർ, എന്താണ് പ്രശ്നം? നന്ദുവിന്റെ കാര്യത്തിൽ എന്താണ് പ്രശ്നം? നന്ദുവിനെതിരെ മഹാരാഷ്ട്ര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ തന്നെ എത്താൻ പറയണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യും. അയ്യോ സാർ, അതൊന്നും വേണ്ട, ഞങ്ങൾ നാളെ രാവിലെ തന്നെ എത്താം. എന്താ കാര്യം എനിക്ക് അറിയില്ലാത്തതാണ്. സാറേ, എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 3 കൂട്ടുകാർ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരെയും കൂടെ സെറ്റാക്കി തരാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം. അന്യരുടെ പണമിടപാടുകൾ അതിൽ കൂടി നടത്തുവാൻ നാം അനുവദിക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ നിരസിക്കുക. ഭീഷണിപ്പെടുത്തുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്താൽ ഉടൻ പോലീസിനെയോ ബാങ്കിനെയോ അറിയിക്കുക. നിങ്ങളുടെ ATM നമ്പർ, പിൻ നമ്പർ, OTP എന്നിവ അപരിചിതരുമായി ഷെയർ ചെയ്യരുത്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സൈബർ ക്രൈമിന്റെ ഇരയാവാതിരിക്കുക. സൈബർ തട്ടിപ്പിന് വഴിയൊരുക്കുന്ന അനാവശ്യ ലിങ്കുകൾ വഴി പണമിടപാടുകൾ നടത്താതിരിക്കുക. വിവരങ്ങൾ പുതുക്കി വെക്കുക. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സ്ഥിരമായി പരിശോധിക്കുക. ഞാൻ ജ്യോതിസസ്, കോഴിക്കോട് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ. 2026 ഫെബ്രുവരി 9 മുതൽ 15 വരെ RBIയുടെ സാമ്പത്തിക സാക്ഷരതാ വാരാചരണത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം ഇതാണ്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ സന്ദേശവാഹകർ. സുരക്ഷിത ബാങ്കിങ്ങിന്റെ ആദ്യപടിയാണ് കൃത്യമായ KYC പുതുക്കൽ. അതോടൊപ്പം അക്കൗണ്ട് ഹൈജീൻ ഉറപ്പുവരുത്തുക, സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകുക, മണി മ്യൂളിനെ പ്രതിരോധിക്കുക. സുരക്ഷിത ബാങ്കിങ്ങിനായി നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം.